പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ബലൂച്ച് പോരാളികൾ ഒരു ട്രെയിൻ, ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഹൈജാക്ക് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇവർ ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത്? ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇവർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ വഴിയെ കാണിക്കാം. എന്നാലും ഈ ട്രെയിൻ ഇവർ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്തത്, എന്താണ് ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിലുള്ള ലക്ഷ്യം, എങ്ങനെയാണ് ഇവർ സ്ഫോടനം നടത്തിയത്, ഇത്തരത്തിലുള്ള സകല റിപ്പോർട്ടും ഇപ്പോൾ ബലൂച്ച് ആർമി തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വിവേചനരഹിതമായ വെടിവയ്പിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ട്രെയിനിൽ 500-ലധികം ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള അവിടെയുള്ള ജനങ്ങളെല്ലാം വിട്ടയച്ചു എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇപ്പോൾ 150-ലധികം പട്ടാളക്കാരെയാണ് ഇവർ തടവിൽ വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 48 മണിക്കൂർ പാകിസ്ഥാൻ സർക്കാരിന് സമയം കൊടുത്തിട്ടുണ്ട്. ഈ 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ സകല പോരാളികളെയും നിങ്ങളുടെ പാക് ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ മണിക്കൂറിന് 5 സൈനികൻ വീതം തീരും എന്നാണ് ഇപ്പോൾ ബലൂച്ച് ആർമി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് വരുന്ന സുപ്രധാനമായിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് ഇന്ത്യ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഹൈജാക്കിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ്. എന്തായാലും ചൊവ്വാഴ്ച ഈ നടന്ന ഹൈജാക്കിന് പിന്നിൽ ഇന്ത്യയാണ്. കാരണം ഈ ബലൂച്ച് വിമതരെ വളർത്തുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആർമിയാണ് ബലൂച്ച് ആർമി. താലിബാനും ഇപ്പോൾ ഇന്ത്യയുടെ ആർമിയാണ് എന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട്. അരക്കൻ ആർമി, തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിലെ അരക്കൻ ആർമി ഇന്ത്യയുടെ ആർമിയാണെന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ബലൂച്ച് ആർമിക്കും അജിത് ഡോവലും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ ഉപദേഷ്ടാവിന്റെ വലിയ വാചാടോപം അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബലൂച്ച് ആർമിയിലെ വിമതർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, അവർക്ക് മറ്റ് തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഡിസാസ്റ്റർ എയ്ഡുകൾ എത്തിച്ചു കൊടുക്കുക, ഇതെല്ലാം ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും എതിരായി ഇവരെ വളർത്താനാണ് ഇന്ത്യയുടെ പദ്ധതി എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ്. എന്തായാലും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ആർമി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും റാണ സനാവുള്ള എന്ന് പറയുന്ന ആ ഒരു ഉപദേഷ്ടാവാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന്. ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഇന്ത്യൻ ഗൂഢാലോചനയുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇയാൾ അവകാശപ്പെട്ടത്. ഇന്ത്യയാണ് ഈ ആക്രമണം നടത്തുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്നും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇയാൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് എങ്ങനെയാണ് ഈ ട്രെയിൻ ഇവർ റാഞ്ചിയത് എന്നുള്ളതിലേക്ക് വരാം. എന്തായാലും ഇവർ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീഡിയോയാണ്. വീഡിയോയിൽ സ്ഫോടനം നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ട്രെയിൻ വരുമ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ എന്താണുള്ളത്? വാസ്തവത്തിൽ എല്ലാ ദിവസത്തെയും പോലെ ഇന്നലെ, അതായത് മാർച്ച് 11 ജാഫർ എക്സ്പ്രസ് ക്വറ്റയിൽ നിന്ന് പെഷാവാറിലേക്ക് പുറപ്പെടുകയായിരുന്നു. ബലോൺ കുന്നുകളിലെ ഒരു തുരങ്കത്തിലൂടെയാണ് ഈ ട്രെയിനിന് കടന്നു പോകേണ്ടത്. ആ തുരങ്കത്തിലൂടെ ട്രെയിന് കടന്നു പോകുമ്പോൾ 8 ആയുധധാരികളായിട്ടുള്ള BLA പോരാളികൾ ആക്രമണം നടത്തുകയായിരുന്നു. ജാഫർ എക്സ്പ്രസിന്റെ 9 കോച്ചുകളിലായി ഏകദേശം 500 യാത്രക്കാരും ഉണ്ടായിരുന്നു. ക്വറ്റയ്ക്കും സ്വിബിക്കും ഇടയിൽ 100 കിലോമീറ്ററിലധികം നീളമുള്ള പർവ്വത പ്രദേശമാണ്. ഈ പർവ്വത പ്രദേശങ്ങളിൽ തന്നെ ധാരാളം തുരങ്കങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ ട്രെയിന് സ്വാഭാവികമായിട്ടും അവരുടെ വേഗത കുറച്ച് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഈ വേഗത കുറയ്ക്കുന്നത് ഒരു തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കിയാണ് ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാനായി ബലൂച്ച് ആർമി പോരാളികൾ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്നലെ പദ്ധതിയിട്ടത്. 17 തുരങ്കങ്ങളാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളത്. അതിലൂടെ റെയിൽവേ ട്രാക്കുകൾ കടന്നു പോകുന്നു. വിദൂര പ്രദേശമായതിനാൽ ഇവിടെ ട്രെയിനുകളുടെ വേഗത കുറവായിരിക്കും. അതേസമയം പീരു കുണ്ട്രി, ഗുട്ട്ലർ എന്നീ കുന്നിൻ പ്രദേശങ്ങൾക്ക് സമീപമുള്ള ഒരു തുരങ്കത്തിലാണ് ആക്രമികൾ ട്രെയിൻ നിർത്തി അത് തട്ടിക്കൊണ്ടുപോയത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിന്നീട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. എന്തായാലും പാകിസ്ഥാൻ ആർമി ഈ BLA ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പിന് ഒരു വിലയും നൽകാതെ ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ സൈന്യത്തെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ള നിലപാടിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. എന്തായാലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. സുരക്ഷാ സേന 27 ഭീകരരെ വധിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ഇതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ബുധനാഴ്ച തുടർച്ചയായ 2ാം ദിവസവും സുരക്ഷാ സേനയും ഈ ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ബലൂച്ച് സൈന്യം 48 മണിക്കൂറാണ് അന്ത്യശാസനം നൽകിയിട്ടുള്ളത്. ബലൂച്ച് തടവുകാരെ മോചിപ്പിക്കുക എന്നതാണ് ഈ അന്ത്യശാസനത്തിലുള്ളത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഈ സംഘർഷത്തിൽ ഇതുവരെ 40-ലധികം പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.